ആണുങ്ങൾ പ്രസവിക്കാൻ വന്നാൽ പ്രസവിക്കണോ? ആണുങ്ങൾ നാളെ തൊട്ട് പ്രസവിക്കണോ? അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങൾ തെങ്ങുമ്പോ കയറുമോ? അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും പുരുഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യുമോ? അല്ലെ കള്ളും കുടിക്കുക? പുരുഷൻ കള്ളു കുടിക്കുന്ന പോലെ പെണ്ണുങ്ങൾ കള്ളും കുടിച്ചിട്ട് റോഡിൽ കൂടെ മുണ്ട് മടക്കി കുത്തി തലയിൽ മുണ്ടഴിച്ച് കെട്ടി അങ്ങനെ നടക്കുമോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഈ ഒരു ലിംഗനീതി എന്നുള്ള കൺസെപ്റ്റിനെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ലിംഗനീതി. ആണിനും പെണ്ണിനും, അതായത് സ്ത്രീ എന്നോ പുരുഷനെന്നോ അതേപോലെ തന്നെ മറ്റു ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നുള്ള ഭേദമില്ലാതെ, അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ തുല്യ അവകാശങ്ങളും തുല്യമായിട്ടുള്ള അവസരങ്ങളും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട്, ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും പുരുഷൻ എങ്ങനെ കിട്ടുന്നു? നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റി ആണ്, അവിടെ പുരുഷനാണ് പ്രാധാന്യം, പുരുഷന്റെ അധികാരത്തിന് കീഴിലാണ് ബാക്കിയുള്ളത് മുഴുവനും എന്നുള്ള കൺസെപ്റ്റാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പോലും ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാവുക. അപ്പോ അങ്ങനെ ഒരു സമൂഹത്തില് അങ്ങനെയല്ല എന്നും ഈ പറഞ്ഞ അധികാരങ്ങളൊക്കെ ആണിന് എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ സ്ത്രീക്കും ആ പറഞ്ഞ അവകാശങ്ങളും അധികാരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവണമെന്നും, അന്ന് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും ഇതേപോലെയുള്ള അവകാശാധികം തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ രണ്ടും രണ്ട് ബയോളജി പരസ്പര പൂരകങ്ങളായിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് അങ്ങനെയുള്ളൊരു വർഗമാണിത്. അതായത് സ്ത്രീ ഇല്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ അങ്ങനെയുള്ളൊരു ഇതില്ല. ഒരാള് മേലെയും ഒരാള് താഴെയല്ല. അപ്പൊ അത്തരം ഒരു ജനാധിപത്യ സംവിധാനത്തെയാണ്, അത്തരം ഒരു സമത്വ സുന്ദരമായ ലോകത്തെയാണ് നമ്മൾ ഈ ലിംഗനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഉള്ള ചോദ്യം, ലിംഗനീതി നിലവിൽ നമ്മളിപ്പോ ആധുനിക 21ാം നൂറ്റാണ്ടിലാണുള്ളത്. എല്ലാവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾക്ക് റോബോട്ടിക് മനുഷ്യനെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്, പൗരത്വം കിട്ടിയിട്ടുണ്ട് അവർക്ക്. നമ്മൾ സ്പേസിലുമൊക്കെ മറ്റുള്ള ഗ്രഹങ്ങളിൽ ഒരു 50 കൊല്ലത്തിന്റെ അപ്പുറത്ത് ചൊവ്വയിലേക്ക് മനുഷ്യ കോളനി ഉണ്ട്. 2050 കൊല്ലം അപ്പുറത്തേക്കല്ല, 2050 ആകുമ്പോഴത്തേക്കും 10 ലക്ഷം മനുഷ്യരെയെങ്കിലും നമ്മൾ ചൊവ്വയിലേക്ക് കോളനിയിലേക്ക് എത്തിക്കുമെന്നും നമ്മൾ താമസം കുറെ പേര് അങ്ങോട്ടേക്ക് മാറും എന്നുള്ള ഇപ്പൊ അത്രയും പുരോഗതി പ്രാപിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനെ പറ്റിയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ കിട്ടും. നമ്മളെപ്പോലെ തന്നെ ക്ലോണിങ്, നമ്മളെ തന്നെ അങ്ങനെ തന്നെ ഫോട്ടോകോപ്പി എടുത്തു വയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ ലോകത്ത് ലിംഗനീതി ഇപ്പോൾ നിലവിലുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇനിയിപ്പോ അതിന് ലിംഗനീതി നിലവിലുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ പറയുക എന്നുള്ളൊരു ധാരണയുണ്ടോ? അതിന്റെ മുമ്പേ നമ്മൾക്ക് സ്ത്രീകളുടെ വനിതാ ദിനം എന്നതിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ ലിംഗനീതി ഇപ്പൊ നിലവിലില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ പണ്ട് BC 1ാം നൂറ്റാണ്ടിലാണ് മനു ജീവിച്ചിരുന്നത്, മനുസ്മൃതി എഴുതപ്പെട്ടത്. അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റക്കുറവില്ലാതെ ഇന്നും നമ്മൾ പിന്തുടരുന്നുണ്ട്. അതായത് മനുവിന്റെ കാലഘട്ടത്തിൽ നിന്നും സ്ത്രീകളും മറ്റു വിഭാഗങ്ങളും ഒരുപാടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ചെറിയ 3-4 സ്റ്റെപ്പ് വെച്ചു എന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതിപ്പോ 2026 21ാം നൂറ്റാണ്ട് തുടങ്ങി. 21ാം നൂറ്റാണ്ട് തുടങ്ങിയിട്ട് ഏകദേശം 1/4 നൂറ്റാണ്ടായി. ആ 1/4 നൂറ്റാണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ നിലവാരം അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ഥാനം വലുതായിട്ട് മാറിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം, നമ്മളിപ്പോ വിചാരിക്കുക നമ്മളിങ്ങനെ ഒരു സദസ്സായിട്ടിരിക്കുന്നുണ്ട്, നമ്മള് ജോലിയിലിരിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നുണ്ട്, ഇതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോ ഇതൊക്കെ സ്വാതന്ത്ര്യമില്ലേ? പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ 4-5 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് മാത്രമാണ്. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടോ? നമ്മൾക്ക് വരുമാനം ഇപ്പം തൊഴിലുറപ്പും അതേപോലെ തന്നെ കുടുംബശ്രീ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ കയ്യിൽ കുറച്ച് വരുമാനമായിട്ടുണ്ട് ഇല്ലേ? അതുവരെ വീട്ടിലിരുന്ന സ്ത്രീകളുടെ കയ്യിൽ വരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ വരുമാനം നിങ്ങളുടെ ഇഷ്ടപ്രകാരം വീട്ടിലെ ചെലവൊന്നിനും എടുക്കാണ്, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ല, അത് കൂടുതലും നമ്മള് കുടുംബത്തിന്റെ കൂട്ടത്തിലേക്ക് അല്ലെ കുടുംബനാഥന്റെ അച്ചമർത്താണ്. അങ്ങനെ ഇപ്പൊ ഒരു പെണ്ണ് എന്ത് ചെയ്യണ്ട,
നേതൃത്വ സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ അത് മറ്റൊരാളുടെ ഭാര്യയാണ് എന്നുള്ള, അല്ലാണ്ട് അവരുടെ കഴിവെന്താണെന്നും അവരുടെ ഡെസിഗ്നേഷൻ എന്താണെന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അവരേത് നേരത്തെ പറഞ്ഞതുപോലെ അവര് ചെറുപ്രായത്തിൽ തൊട്ടേ അവരുടെ പങ്കാളി വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ മേഖലകളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതൊന്നും പരിഗണിക്കാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരെ ഇന്നയാളുടെ ഭാര്യ ആയതുകൊണ്ടാണ് അവരെ നമ്മൾ പരിഗണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ വളരെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ. ശൈലജ ടീച്ചറെ, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഒരുപാട് മാറ്റേണ്ടതാണ്. അപ്പൊ പങ്കാളി നോക്കേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നിരന്തരമായിട്ട് നമ്മളുടെ സമകാലീന പ്രസന്റ് ടൈമിലുള്ള രാഷ്ട്രീയ മേഖലകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു പോയാല് അവളെ പറ്റി എന്തൊക്കെയാണ്, ആ ഷൈൻ ടീച്ചറെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ശൈല ടീച്ചറെ നമ്മൾക്കറിയാം, അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഇത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് പെട്ടെന്ന് വന്ന പേരുകൾ ഞാൻ പറയുന്നേ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വളരെ മോശം പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ലേഡിയെ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഒരു മെമ്പറാണ്, അവരെ കൊണ്ടാണ് വളരെ മോശമായിട്ടില്ല, എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അവരങ്ങനെയൊന്നും അല്ല, അവരെ കൊണ്ടാണോ അങ്ങനെ അതിന് രാഷ്ട്രീയ മതരാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ല. പെണ്ണാണെങ്കിൽ അടിച്ചമർത്തിയേക്കാം, അവർ അങ്ങനെ പൊന്തി വരണ്ട. അപ്പൊ അവിടെ മാറ്റം വരുന്നത് സ്ത്രീകളുടെ മനസ്സിലാണ്. നമ്മൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പെൺകുട്ടികളെ വേറൊരു വീട്ടിലേക്ക് വളർന്ന് വേറൊരു വീട്ടിൽ കൊടുക്കാനുള്ളതാണ്, ഇങ്ങോട്ടേക്ക് ഒന്നും കിട്ടാനില്ല. അതേസമയം ആൺകുട്ടിയാണ് ഉള്ളതെങ്കിൽ അവൻ വീടിന്റെ അസറ്റാണ്, നമ്മുടെ തലമുറ വളരാനുള്ള, നമ്മുടെ പാരമ്പര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളാണ്. മറ്റേത് വേറൊരു വീട്ടിലേക്ക് വേണം, നമ്മളുടേതേ അല്ല, നമ്മള് പൊന്നുപോലെ പോറ്റി വളർത്തി ചക്കര മുത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ പോലും നമ്മുടെ കാഴ്ചപ്പാട് ഇത് നമ്മൾക്കുള്ളതല്ല, അന്യ വീട്ടിലുള്ളതാണ്. എനിക്ക് എൻ്റെ വീട്ടില് ചെറുപ്പത്തില് ഒരുവിധമുള്ള എല്ലാ ദിവസവും അടി കിട്ടും. ഉമ്മ ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് വളർത്തേണ്ട വന്നതാണ്, പപ്പാക്ക് സുഖമില്ല. അപ്പൊ അങ്ങനെ സിംഗിൾ പാരന്റ് ആയിട്ട് എല്ലാ ദിവസവും ഡിഗ്രി ഒരു ഫൈനൽ ഇയർ വരെ എനിക്ക് ഡെയിലി വീട്ടിൽ നിന്ന് തല്ല് കിട്ടും. അപ്പോ തല്ല് കിട്ടാനുള്ള കാരണങ്ങൾ അത് കുറച്ച് വളരെ ചുരുങ്ങിയ ആൾക്കാർക്കേ ഉള്ളൂ. ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാലും ദൂരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാത്ത പരിഷത്തിന്റെ കേരള പഠനം 2 എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് വന്ന കണക്കെടുപ്പ് പ്രകാരം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെയും വിദ്യാഭ്യാസം നേടുന്നുണ്ട് അല്ലേ? നന്നായിട്ട് നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ട്, PG ചെയ്യുന്നുണ്ട്, ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഇല്ലാത്തൊരൊറ്റ പെൺകുട്ടി പോലും നാട്ടിലില്ല. ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതകൾ MBBS കഴിഞ്ഞവര്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാല് MEd കഴിഞ്ഞ ആൾക്കാര്, ഇങ്ങനെ സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ഒരുപാട് ആൾക്കാര് നമ്മുടെ നാട്ടിലുണ്ട്. ഈ പരിഷത്ത് കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോ 2004 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്കുള്ള കണക്കെടുപ്പാണ് നടത്തിയത്. 25% ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല മാർക്കോടുകൂടെ പാസ്സായ പെൺകുട്ടികൾ, 100 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരിൽ 25 പേര് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ, വരുമാനം കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള 75% വീട്ടിലിരിപ്പാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര്, അതായത് ഭാവിയിലേക്കുള്ള എഞ്ചിനീയർമാരാവേണ്ടവര്, ഡോക്ടർ ആവേണ്ടവര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീട്ടിലിരിപ്പാണ്. വീട്ടിലിരിക്കാനുള്ള കാരണമായിട്ട് പരിഷത്ത് കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നില്ല, ഭർത്തൃ വീട്ടുകാർ സമ്മതിക്കില്ല. കുട്ടികളെ നോക്കണം, വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയുണ്ട്, അവരെ നോക്കണം. വീടിന്റെ ജോലി സ്ഥലം ദൂരെയാണ്, ജോലി സമയം രാത്രിയാണ്, രാത്രിയും പകലും ഇല്ലാണ്ട് പല വഴിക്ക് നടക്കേണ്ടി വരുന്നുണ്ട്. അതൊന്നും എന്ത് ചെയ്യില്ല, നമ്മളെ കുലസ്ത്രീകൾക്ക് പറ്റില്ല, അതുകൊണ്ട് ജോലിക്ക് പോകേണ്ടതില്ല എന്നും പറഞ്ഞ് 75% പെൺകുട്ടികളെയും വീട്ടിലിരുത്തുന്ന ഒരു സമ്പ്രദായമാണ് ആധുനിക ലോകത്ത്, ആധുനിക കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.